ഇസ്രയേൽ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒടുവിൽ മുട്ടുകുത്തി ഹമാസ് ഭീകരർ. മോചിപ്പിക്കാനുള്ള ബന്ദികളുടെ ആദ്യഘട്ട പട്ടിക കൈമാറി. ഇതോടെ ഗാസയിൽ ഔദ്യോഗിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. 15 മാസത്തെ സംഘർഷത്തിനും അശാന്തിക്കുമാണ് ഒടുവിൽ പരിഹാരമുണ്ടായിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണയിൽ അന്തിമ തീരുമാനം ഇന്നലെ ഉണ്ടായെങ്കിലും കരാർ പാലിക്കാൻ ഹമാസ് ഭീകരർ തയ്യാറായില്ല. മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക നൽകണമെന്ന ധാരണയാണ് ഹമാസ് ഭീകരർ ലംഘിച്ചത്. ഇതോടെ പോരാട്ടം ശക്തമായി തുടരാൻ ഇസ്രയേൽ തീരുമാനിച്ചു. വടക്കൻ ഗാസയിലും മധ്യ ഗാസയിലും ശക്തമായ പോരാട്ടമാണ് ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയത്. ഇതോടെയാണ് ധാരണ പാലിക്കാൻ ഹമാസ് ഭീകരർ തയ്യാറായത്. തുടർന്ന് 3 വനിതാ ബന്ദികളുടെ ആദ്യഘട്ട പട്ടിക കൈമാറി. പട്ടിക ലഭിച്ചെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചു. പിന്നാലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതായി ഔദ്യോഗിക പ്രഖ്യാപനവും പുറത്തുവന്നു. അമേരിക്കയിലെ അധികാര കൈമാറ്റത്തിന് മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസനവും വെടിനിർത്തലിന് വഴിയൊരുക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.